വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 69. ചേട്ടനെ ഇനി നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കണം പറഞ്ഞിട്ട് ശരിയല്ലേ എന്ന മട്ടിൽ അവർ ഇളയച്ചനെ നോക്കി. അതേ എന്ന പോലെ ഇളയച്ചനും തലകുലുക്കി. അത് ശരിയാകില്ല ഇളയമ്മേ. ഒന്നാമത് അച്ഛൻ ഇപ്പോഴും ഉണ്ണിയേട്ടന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, ഞാനിപ്പോ ഇത്തിരി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അത് കുളമാക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കേട്ടില്ലേ മനുഷ്യ അവള് പറഞ്ഞത്? ഇളയമ്മ ഇളയച്ചന് നേരെ തിരിഞ്ഞ് ചീറി. അതോടെ ഇളയച്ചനും ഏറ്റുപിടിച്ചു. നീ എന്താ വിവേ അങ്ങനെ പറഞ്ഞത്? അമ്മയോട് അച്ഛൻ പെരുമാറിയിരുന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇളയച്ച. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അല്ലേലും ആര് വരാൻ പോണു നിന്റെ ഒപ്പമൊക്കെ താമസിക്കാൻ? അത്രയും നേരം അവരുടെ സംസാരം കേട്ടുനിന്ന സാബുച്ച ഒച്ചയെടുത്തു. അതോടെ അവൾ രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു, ദേ കേട്ടല്ലോ, ചേട്ടൻ ഇത് എന്തെറിഞ്ഞിട്ടാ പറയുന്നേ? ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. ബാങ്കിലാന്നേ ഇനി കാശൊന്നും കിടപ്പുമില്ല. ഇളയമ്മ അനുനയപൂർവം അങ്ങേരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന സുദേവ് വിഭയെ വിളിച്ചു. വിഭക്കുട്ടി, ഒരു നിമിഷം ഒന്ന് വന്നേ. അവൻ വിളിച്ചത് കേട്ട് അവൾ അവനോടൊപ്പം മുറിക്ക് പുറത്തിറങ്ങി. എന്താ ഉണ്ണിയേട്ടാ? പുറത്തേക്ക് ഇറങ്ങിയ പാടെ അവൾ ചോദിച്ചു, അച്ഛനെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോയാലോ? എന്റെ ഉണ്ണിയേട്ടാ, അത് ശരിയാവത്തില്ല. അങ്ങനെയുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇത്തിരി പാടാന്നേ. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ താഴത്തെ ഫ്ലാറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുക. അത് വാടകയ്ക്ക് എടുത്തിട്ട് അച്ഛനെ നമുക്ക് അവിടെ താമസിപ്പിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് നോക്കുകയും ചെയ്യാമല്ലോ. വെറുതെ വേലി കിടക്കുന്നതെടുത്ത് തോളത്ത് വെക്കണോ മോനെ? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനല്ലേടാ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ അങ്ങനെയുടെ കയ്യിലിരിപ്പത്ര ശരിയല്ലെന്നേ. അതുകൊണ്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. അവൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ഇപ്പൊ താമസിക്കുന്ന ആ വീടും സ്ഥലവും അങ്ങ് വിൽക്കാം. അത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ആകെ നാശമായി കിടക്കുക. അത് എന്റെ പേരിലാ ഉള്ളതെങ്കിലും ഒരിക്കലും അത് വിറ്റ് ഫ്ലാറ്റ് വാങ്ങാൻ നോക്കിയപ്പോ അച്ഛൻ സമ്മതിക്കഞ്ഞതാ. ഇപ്പൊ അത് വിറ്റിട്ട് ആ കാശ് ബാങ്കിലിട്ടാൽ അതിന്റെ പലിശ കൊണ്ട് നമുക്ക് ആ ഫ്ലാറ്റിന്റെ വാടക കൊടുക്കാനും സാധിക്കും. എന്നാ പിന്നെ നീ ഇത് അവരോട് പറയും. ശരി, വാ. പക്ഷെ എന്തേലും പ്രശ്നം ഉണ്ടായാ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ലടാ, നീ വാ. അവൾക്ക് വീണ്ടും ധൈര്യം നൽകിയിട്ട് അവൻ അവളെയും വിളിച്ച് അകത്തേക്ക് ചെന്നു. കട്ടിലിന് ഇരുപുറവും നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഇളയച്ചനും ഇളയമ്മയും അവരെ കണ്ട് സംസാരം നിർത്തി. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് അച്ഛനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം. പക്ഷേ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ അച്ഛനും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ട് താഴെ ഒരു ഫ്ലാറ്റ് വാടക കൊടുക്കാൻ കിടപ്പുണ്ട്. അത് വാടക എടുക്കാം. എന്നിട്ട് അച്ഛൻ അവിടെ താമസിക്കട്ടെ. പറഞ്ഞിട്ട് അത് സമ്മതമാണോ എന്ന് ചോദിക്കും പോലെ വിഭ എല്ലാവരെയും നോക്കി. അതെ, അത് മതി. ഇളയമ്മ ചാടിക്കയറി പറഞ്ഞിട്ട് സമ്മതത്തിനു വേണ്ടി സാബുച്ചയുടെ നേർക്ക് നോക്കി. അത് കുഴപ്പമില്ല. പുള്ളിയും സമ്മതത്തോടെ തലയാട്ടി. ഇളയച്ചന്റെ മുഖത്തും അത് സ്വീകാര്യമെന്ന ഭാവം തെളിഞ്ഞതോടെ വിഭ കൂട്ടിച്ചേർത്തു. പക്ഷെ എന്റെ പേരിലുള്ള ആ വീടും സ്ഥലവും വിൽക്കണം. അതിന്റെ കാശ് ബാങ്കിലിട്ടിട്ട് വേണം ഫ്ലാറ്റിന്റെ വാടക കൊടുക്കാൻ. അത് പറ്റില്ല. സാബുച്ചയുടെ മറുപടി പെട്ടെന്നായിരുന്നു. എന്റെ ചേട്ടാ, പഴകി പൊളിഞ്ഞ വീട് അവിടെ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഇപ്പോഴാന്നെ വിറ്റാല് നല്ല വിലയും കിട്ടും. ഇളയമ്മ വിടാനുള്ള ഭാവമില്ലായിരുന്നു. വർഷങ്ങളായി അവരുടെ തലയിൽ കയറിയിരിക്കുന്ന ആ ഭാരം എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാനുള്ള തത്രപ്പാട് അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. എങ്കിൽ ശരി, പക്ഷെ വിറ്റിട്ട് കാശ് എന്റെ പേരിൽ ബാങ്കിലിടണം. പറഞ്ഞതിന് ശേഷം ശരിയല്ലേ എന്ന മട്ടിൽ സാബുച്ച അനിയനെയും ഭാര്യയെയും നോക്കി. അതിനവർ രണ്ടുപേരും തലകുലുക്കിയതോടെ വിഭ എന്തോ പറയാനാഞ്ഞതും സുദേവ് അവളുടെ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞിട്ട് പറഞ്ഞു, സമ്മതം. എങ്കിൽ പിന്നെ ഇനി വേറൊന്നും നോക്കണ്ട. പറ്റിയ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അതങ്ങ് വിൽക്കാനും നോക്കിക്കോ, അല്ലേ ചേട്ടാ? അതെ അതെ. ഇളയച്ചന്റെ അഭിപ്രായത്തിന് സാബുച്ചയും സമ്മതം മൂളി.
പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തപ്പോൾ സുദേവും വിഭയും സാബുച്ചിയെയും കൂട്ടി ഫ്ലാറ്റിലേക്ക് തിരിച്ചു. എടുത്താൽ പൊങ്ങാത്തൊരു വയ്യാവേലിയാണ് തലയിലേറ്റി കൊണ്ടുപോകുന്നതെന്നറിയാതെ സുദേവ് കാറോടിക്കുമ്പോൾ ഇനിയങ്ങോട്ട് അച്ഛനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു വിഭ. സുദേവ് താമസിച്ചിരുന്നപ്പോൾ ആ ഫ്ലാറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് കൊണ്ട് അതിന്റെ ഉടമസ്ഥന് വീണ്ടും ആ ഫ്ലാറ്റ് അവർക്ക് തന്നെ വാടകയ്ക്ക് കൊടുക്കുവാൻ പൂർണ്ണ സമ്മതമായിരുന്നു. പഴയ വീട്ടിൽ നിന്നും കട്ടിലും ഒരലമാരിയും കസേരകളും കാലത്തെ തന്നെ സുദേവ് ഫ്ലാറ്റിലേക്ക് എത്തിച്ചിരുന്നു. അകത്ത് കയറിയെ നോക്കിയ സാബുച്ച ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ട രീതിയിൽ തലകുലുക്കി. ആ പിന്നെ ദേ ഇവിടെ മുന്നിലായിട്ട് ഒരു 55 ഇഞ്ചിന്റെ ഒരു TV വേണം. അതിനൊപ്പം ഒരു സൗണ്ട് ബാറും വാങ്ങിച്ചോ. സിനിമയൊക്കെ കാണണമെങ്കിൽ വലിയ സ്ക്രീനും സൗണ്ട് ബാറും ഒക്കെ വേണം. അമ്മായിയച്ഛൻ മരുമകനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതും അത് കണ്ട് മരുമകൻ തലകുലുക്കുന്നതും കണ്ടതോടെ വിറഞ്ഞു കയറിയ വിഭ സുദേവിനെ പിടിച്ചു മാറ്റിയിട്ട് മുന്നിലേക്ക് കയറി. അതേ അച്ഛൻ തൽക്കാലം ആ പഴയ TV തന്നെ അങ്ങ് സിനിമ കണ്ടാ മതി. ഇനി വലുതിൽ തന്നെ കണ്ടാലേ ദഹിക്കുന്നുണ്ടേ. ആദ്യം സ്ഥലം വിൽക്കാനുള്ള കാര്യം നടക്കട്ടെ, എന്നിട്ട് നോക്കാം. മതി, അത് മതി. എനിക്ക് ധൃതിയൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ പിന്നെ വാങ്ങുമ്പോ ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൂടി അങ്ങ് വാങ്ങിച്ചോ. എന്തിനാ ഫ്രിഡ്ജ്? ഭക്ഷണമൊക്കെ ഞാൻ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് തരാം. ഏയ് അത് ശരിയാകില്ല. നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കാനൊന്നും എന്നെ കിട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതാ എനിക്കിഷ്ടം. അറിയാമെന്നതുപോലെ വിഭ തലകുലുക്കി. സുദേവ് ഇടക്ക് കയറി ഒരു സംശയം ചോദിച്ചു. അല്ലച്ച, ഈ ഭക്ഷണം പാചകം ചെയ്യാനാണെങ്കിലേ നമുക്ക് ഗ്യാസും സ്റ്റൗവും മിക്സിയും ഒക്കെ വേണ്ടേ? പിന്നെ വേണം വേണം, അതും അങ്ങ് വാങ്ങിച്ചോന്നേ. അതുകൂടി കേട്ടതോടെ ക്ഷമ കെട്ടതുപോലെ വിഭ വിളിച്ചു. ഉണ്ണിയേട്ടാ വരുന്നുണ്ടോ നിങ്ങള്? ഓ ദാ വരുന്നു. ശരി അച്ഛാ. ആ സ്ഥലം വിൽക്കാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഏർപ്പാട് ചെയ്യട്ടോ. അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് സാബുച്ചക് വാതിലടച്ചു. ഞായറാഴ്ച രാവിലെ 3 പേരും കൂടി ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫ്ലാറ്റിലെ കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഈയിടെയായി അവസരം കിട്ടുമ്പോഴൊക്കെ ശ്രുതിക്കുട്ടിയും അടുക്കളയിൽ കയറാറുണ്ട്. കുക്കിംഗ് പഠിക്കലാണ് ലക്ഷ്യം. വാവേ, ആരാ നോക്കിയേ? അച്ഛൻ പറഞ്ഞത് കേട്ട് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി താഴെയിട്ടിട്ട് അവൾ തുള്ളിച്ചാടി പുറത്തേക്ക് പോയി. അച്ഛേ! മുൻവശത്തു നിന്നും നീട്ടിയുള്ള വിളി കേട്ടതും സുദേവ് അടുപ്പത്തിരുന്നത് ഓഫ് ചെയ്തിട്ട് മുൻവശത്തേക്ക് ചെന്നു. ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റിക്കാരൻ ഭോജരാജ് ആയിരുന്നു സുദേവിനെ കാണാൻ വന്നിരുന്നത്. അച്ഛൻ വന്നതും ശ്രുതിക്കുട്ടി തിരികെ അടുക്കളയിലേക്ക് പോയി. സെക്യൂരിറ്റിക്കാരൻ ഒരു ബംഗാളിയാണ്. സുദേവിന്റെ അനിയൻ SI ആണെന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ബഹുമാനം അവന് സുദേവിനോടുണ്ട്. എന്താ ഭോജരാജ്? ചേട്ടാ, അത് പറയാനൊന്നും മടിച്ചുകൊണ്ട് അവൻ മുന്നിൽ നിന്നും തലചൊറിഞ്ഞു. കാര്യം പറയ ഭോജ. സുദേവ് അക്ഷമനായി. ചേട്ടാ, സേറ്റയുടെ അച്ഛൻ അവിടെ പുറത്തെല്ലാം തുപ്പി വെച്ചിരിക്കുന്നു. ആ മുറുക്കാനിട്ട് റെഡ് കളറിൽ. അതൊക്കെ പറ, എവിടെയാ? അവൻ പറഞ്ഞത് വിഭ കേട്ടോ എന്നറിയാൻ സുദേവ് ഒന്ന് തിരിഞ്ഞു നോക്കി. മുറ്റത്തെല്ലാം ഉണ്ട് ചേട്ടാ. നീ അങ്ങേരോട് പറഞ്ഞില്ലേ? പറഞ്ഞു ചേട്ടാ. എന്നിട്ട് എന്നെ തെറി പറഞ്ഞു. ഇപ്രാവശ്യം തലചൊറിഞ്ഞത് സുദേവാണ്. പ്രശ്നമല്ല. കല്യാണോ ചേട്ടാ? എന്തിനും റെഡിയെന്ന പോലെ ഭോജരാജ് നോക്കി. ഏയ് വേണ്ട വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിക്കാം. തൽക്കാലം നീ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേ. ഞാനതിന്റെ കാശ് തന്നേക്കാം. ഓക്കെ ചേട്ടാ. തല കുലുക്കിയിട്ട് ഭോജരാജ് താഴേക്ക് പോയി. വാതിലടച്ച അടുക്കളയിലേക്ക് തിരികെ വന്ന സുദേവ് ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് വിഭ പുരികങ്ങൾ ചുളുക്കി അവനെ നോക്കി. എന്ത് പറ്റി ഉണ്ണേട്ടാ? ഏയ്. ചുമലുകൾ കൂച്ചിക്കൊണ്ടവൻ വീണ്ടും ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഉപ്പുമാവിനുള്ള പണി തുടങ്ങി. എവിടെ? ഇങ്ങ് തിരിഞ്ഞ് നോക്കട്ടെ. വിശ്വാസം വരാത്ത മട്ടിൽ അവൾ അവന്റെ താടിയിൽ പിടിച്ച് മുഖം നേരെ തിരിച്ചു. കടിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും അറിയാതെ അവൻ ചിരിച്ചുപോയി. എന്താ ഇളി? സത്യം പറയ്, എന്താ പ്രശ്നം? ഏയ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ അവിടെയൊക്കെ മുറുക്കി തുപ്പി വെച്ചിരിക്കുന്നു. ആഹാ, അത്രേ ഉള്ളൂ. അത് സൗകര്യം പോലെ മരുമോൻ ചെന്നൊന്ന് ക്ലീൻ ആക്കിയ പോരെ.
അടുപ്പത്ത് കിടന്ന ക്യാബേജ് തോരൻ ഇളക്കുന്നത് തുടർന്നുകൊണ്ട് വിഭ പറഞ്ഞു. ശ്രുതിക്കുട്ടി വാ പൊത്തിച്ചിരിക്കുന്നത് കണ്ട് സുദേവ് അവൾക്ക് നേരെ തിരിഞ്ഞു. എന്താടി ഇത്ര ചിരിക്കാൻ? ഒന്നുമില്ല അച്ഛേ, ഞാനേ പഴയൊരു സർദാർജി ഫലിതമോർത്തിട്ട് ചിരിച്ചതാ. ഉവ്വ, അമ്മയും മോളും കൂടി എനിക്കിട്ട് ആക്കണല്ലേ. ഏയ്, അങ്ങനെ തോന്നിയ ഉണ്ണേട്ടന്? ഫ്രൈയിങ് പാനിൽ വുഡൻ സ്പൂണ് കൊണ്ട് 2 അടി കേട്ട് ശ്രുതിക്കുട്ടി തിരിഞ്ഞു നോക്കുന്നതും വിഭ അവളെ നോക്കി കണ്ണിറുക്കുന്നതും കണ്ട് സുദേവ് രണ്ടിനെയും നോക്കി കണ്ണുരുട്ടി. അല്ല, അങ്ങേർക്ക് മുറുക്കുന്ന സ്വഭാവം ഇതിനു മുന്നേ ഉണ്ടായിരുന്നു? ആരോടെന്നില്ലാതെ അവൻ ചോദിച്ചു. അവന്റെ ആ സംശയം കേട്ട് വിഭ പറഞ്ഞു. സിഗരറ്റ് വലി നിർത്തണമെന്ന് പണ്ട് ഡോക്ടർ പറഞ്ഞതിന് പകരം തുടങ്ങിയതാ. അത് കൊള്ളാം, വളരെ നല്ലത്. പാചകമെല്ലാം കഴിഞ്ഞ് ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഭ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടക്കുന്നതും വാ പൊത്തിപ്പിടിക്കുന്നതും കണ്ട് സുദേവ് ഉത്കണ്ഠയോടെ അവളെ നോക്കി. എന്താടാ? അച്ഛന്റെ ശബ്ദത്തിലെ ആ വേവലാതി ശ്രദ്ധിച്ചിട്ടാണ് സുധിക്കുട്ടി മുഖമുയർത്തിയത്. വാ പൊത്തിപ്പിടിച്ചിരിക്കുന്ന വിഭാമ്മയെ കണ്ട് അവൾക്കും പരിഭ്രമമായി. എന്താ വിഭാമ്മേ? വിഭയുടെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് സുധിക്കുട്ടി ചോദിച്ചത്. ഒന്നുമില്ല, പെട്ടെന്നൊരു തളർച്ച പോലെ തല അങ്ങ് പാളിപ്പോയി, അതോടെ ഛർദിക്കാനും തോന്നി. പ്രഷർ ചിലപ്പോ പെട്ടെന്ന് കുറഞ്ഞു കാണും. അതെങ്ങനെ? ഭക്ഷണം കുറവല്ലേ? ഞാൻ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം എടുക്കാം. സുദേവ് എഴുന്നേറ്റു. വിഭ പറഞ്ഞത് കേട്ട് ശ്രുതിക്കുട്ടി ആ സമയം മൊബൈലിൽ തപ്പുകയായിരുന്നു. 1 മിനിറ്റ്. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് സുദേവും വിഭയും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. സുദേവ് ചോദിച്ചു, എന്താടി, നീ ആളെ പേടിപ്പിക്കുന്നോ? ചുപ്പ് രഹോ പിതാജി. ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മൊബൈലിൽ നോക്കി അവൾ തുടർന്നു. ദേ കേൾക്ക്. ദി സിംപ്റ്റംസ് ഓഫ് പ്രഗ്നൻസി: സഡൻ ഡിസിനസ്, നൗസിയ, ഫെറ്റിഗ് ആൻഡ് മിസ്ഡ് പീരീഡ്. ശ്രുതിക്കുട്ടിയുടെ പറച്ചിലും അത് കേട്ട് വിഭയുടെ മുഖം ചുവന്നു തുടുക്കുന്നതും കണ്ട് സുദേവിന്റെ മനസ്സിലും മുഖത്തും ആഹ്ലാദം നിറഞ്ഞു. വിഭക്കുട്ടി. അവന്റെ ആ വിളിയിൽ പ്രപഞ്ചത്തിലെ സ്നേഹം മുഴുവൻ അടങ്ങിയിരുന്നു. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചിട്ട് ശ്രുതിക്കുട്ടി പറഞ്ഞു. ഹലോ അച്ഛേ, ഇങ്ങനെ മിഴുങ്ങസിയാന്ന് നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ കൊണ്ടുപോയി ചെക്ക് ചെയ്യൂ. എന്റെ അപ്പൂസിനെ വരാനുള്ള സമയമായെന്നാ തോന്നുന്നേ. ഒരു കാർനോത്തിയുടെ മട്ടും ഭാവത്തോടുമുള്ള ശ്രുതിക്കുട്ടിയുടെ ഇരിപ്പ് കണ്ട് വിഭ അവളെ നോക്കി കണ്ണുരുട്ടി. ഈ പെണ്ണിന്റെ ഒരു കാര്യം നോക്കിയിട്ട് നാളെ പോയ മതി കേട്ടോ ഉണ്ണിയേട്ടാ. അത്രയും നേരം അന്തിച്ചിരിക്കുകയായിരുന്ന സുദേവ് പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റത്. ഒരു ടോയുമില്ല, ചായ കുടിച്ചിട്ട് വേഗം റെഡിയായിക്കോ, സ്ട്രെയിറ്റ് ടു മെഡിക്കൽ സെന്റർ. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. മടിച്ചിരുന്ന വിഭയെ ശ്രുതിക്കുട്ടി തന്നെയാണ് ഉന്തിത്തള്ളി റെഡിയാക്കിയത്. താഴെ എത്തി കാറിന്റെ ഡോറുകൾ തുറന്നതും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറുന്ന ശ്രുതിക്കുട്ടിയെ കണ്ട് സുദേവ് കണ്ണു മിഴിച്ചു. നീയാണോ വണ്ടി ഓടിക്കാൻ പോകുന്നേ? സോറി അച്ഛേ, പെട്ടെന്നുള്ളൊരു ആക്രാന്തത്തിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു താളത്തിൽ പറഞ്ഞിട്ട് പുറകിലേക്ക് കയറുന്ന അവളെ കണ്ട് സുദേവ് ഊറിച്ചിരിച്ചു. അവളുടെ വെകിളിയും പറച്ചിലും കണ്ട് വിഭ ചിരിച്ചുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. പുറകിലെ സീറ്റിൽ നിന്നും ശ്രുതിക്കുട്ടിയുടെ ഉപദേശം മുഴങ്ങി. മോളെ, പതുക്കെ ശ്രദ്ധിച്ചു കയറൂ. ഡി വാവേ, നീ എന്റെ അമ്മയാവണ്ടോ. ബെൽറ്റ് ഇടുന്നതിനിടയിൽ വിഭ തിരിഞ്ഞ് അവളോട് പറഞ്ഞു. സുദേവ് വണ്ടി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ പുറകിലെ സീറ്റിൽ നിന്നും മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നിട്ട് ശ്രുതിക്കുട്ടി അതിനുള്ള മറുപടി കൊടുത്തു. ഞാനൊക്കെ എന്ത്, അവിടെ കളമശ്ശേരിയിൽ ഒരാളുണ്ട് മോളെ. ഇതറിഞ്ഞു കഴിയുമ്പോ കണ്ടോ, ഉപദേശങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ മോളിക്കുട്ടിയെ കാണാനിരിക്കുമ്പോൾ സുദേവ് വിഭയുടെ വിരലുകളിൽ കോർത്തു പിടിച്ചിരിക്കുകയായിരുന്നു. ശ്രുതിക്കുട്ടി തൊട്ടടുത്തു തന്നെ നഖവും കടിച്ചിരിപ്പുണ്ട്. മിസിസ് വിഭാവരി സുദേവ് എന്ന വിളി കേട്ടതും അവൾ അവർക്കിരുവർക്കും നേരെ പെരുവിരലുയർത്തി തംസപ്പ് കാട്ടി. റെഗുലർ ചെക്കപ്പുകൾക്ക് ശേഷം ഡോക്ടർ മോളിക്കുട്ടി അവർക്ക് മുന്നിൽ ചിരിയോടെ ഇരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, 6 വീക്സ്. ഡോക്ടർ പറഞ്ഞത് കേട്ട് തുള്ളിത്തുളുമ്പിയ മനസ്സ് അടക്കി വെച്ച് വിഭയും സുദേവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സുദേവിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹവും വാത്സല്യവും കണ്ട് വിഭയുടെ മനസ്സിൽ സന്തോഷവും അഭിമാനവും നിറഞ്ഞു. ചെക്കപ്പിന് വരേണ്ട ഡേറ്റുകൾ കൊടുത്തതിനൊപ്പം
കഴിക്കേണ്ട കുറച്ച് വിറ്റാമിൻസും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. ഒരു കുഞ്ഞു ജീവനെ ശരീരത്തിന്റെ ഭാഗമാക്കി സ്നേഹവും ശ്വാസവും ജീവൻ തന്നെയും കൊടുക്കാൻ തുടങ്ങിയതിന്റെ ആഹ്ലാദവും മനസ്സിൽ നിറച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുദേവ് അവളെ സുരക്ഷിതയായി ചേർത്തു പിടിച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന അച്ഛനെയും അമ്മയെയും കണ്ട് ശ്രുതിക്കുട്ടി ചാടി എഴുന്നേറ്റു. നിറഞ്ഞ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു, എന്തായി? ചിരിയോടെ തലയാട്ടിക്കൊണ്ട് വിഭ പെരുവിരലുയർത്തി. എഴുന്നേറ്റ് മുന്നിലേക്ക് ചെന്ന അവൾ അച്ഛനെയും അമ്മയെയും ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവിടെ ഊഴം കാത്തിരുന്നവർ സന്തോഷം നിറഞ്ഞ ആ രംഗം കണ്ട് നിറഞ്ഞ ചിരിയോടെ പരസ്പരം നോക്കി. കാറിലേക്ക് കയറിയതും സുദേവ് വിഭയെ അടുത്തേക്ക് പിടിച്ചു ചേർത്തിട്ട് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ഞാനൊന്നും കണ്ടില്ലേ? പുറകിൽ നിന്നും ശ്രുതിക്കുട്ടിയുടെ കുസൃതി നിറഞ്ഞ ഒച്ച ഉയർന്നു. അതിന് മറുപടി പറയാതെ ചെറിയൊരു ചിരിയോടെ സുദേവ് കാർ സ്റ്റാർട്ട് ചെയ്തു. അച്ഛേ, അമ്മമ്മയോട് പറയണ്ടേ? നമുക്ക് നേരെ അമ്മമ്മയുടെ അടുത്തേക്ക് പോകാന്നേ. പുറകിൽ നിന്നും ശ്രുതിക്കുട്ടി തോണ്ടിയതും വിഭയും സുദേവിനെ നോക്കി. അവളുടെ മുഖത്തും ആ ഒരു അപേക്ഷ കണ്ടതോടെ ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് സുദേവ് കാറ് മുന്നോട്ടെടുത്തു. പോകുന്ന വഴി ബെസ്റ്റ് ബേക്കറിയിൽ നിർത്തി കുറെ സ്വീറ്റ്സും വാങ്ങിയിട്ടാണ് അവർ കളമശ്ശേരിയിലേക്ക് പോയത്. പതിവ് പോലെ ബേക്കറിയിൽ കയറിയതും പിള്ളേര് രണ്ടും കൂടി ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒരു ഫാമിലി പാക്കും കൈക്കലാക്കി. അപ്പച്ചിയുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് കടക്കുമ്പോഴാണ് സുദേവിന്റെ ഫോണിലേക്ക് ഹരിയുടെ കോൾ വന്നത്. വീടിന് മുന്നിൽ ഹരിയുടെ ബുള്ളറ്റും വണ്ടിയും കണ്ടപ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലായതും സുദേവ് കോൾ കട്ട് ചെയ്തു. കാർ മുന്നിൽ പാർക്ക് ചെയ്യുമ്പോഴേക്കും ഹരിയുടെ രണ്ടാമത്തെ കോളും ഫോണിലേക്ക് എത്തിയിരുന്നു. ഇപ്രാവശ്യം സുദേവ് കോൾ എടുത്തു. കോൾ കണക്റ്റായതും ഫോണിലേക്ക് ഹരിയുടെ ചോദ്യമെത്തി. ചേട്ടാ, എവിടെയുണ്ട്? ഇവിടെ നിന്റെ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടടാ. വണ്ടി ഓഫ് ചെയ്യുന്നതിനിടയിൽ സുദേവ് പറഞ്ഞു. ഇവിടെയോ? ചോദ്യത്തോടൊപ്പം അവൻ അകത്താരോടോ പറയുന്നതും ഫോണിൽ കൂടി സുദേവ് കേട്ടു. ചേട്ടൻ നമ്മുടെ വീടിന് മുന്നിലോട്ടെന്ന്. കോൾ കട്ടാവുകയും അപ്പോൾ തന്നെ വാതിൽ തുറക്കുകയും ചെയ്തു. ഹരിയോടൊപ്പം ആശ്രയയും അപ്പച്ചിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നും സുദേവും ശ്രുതിക്കുട്ടിയും രണ്ട് കൈകളിലും ബെസ്റ്റ് ബേക്കറിയുടെ പാക്കറ്റുകളുമായി ഇറങ്ങുന്നത് കണ്ട് വരാന്തയിൽ നിന്നിരുന്നവർ പരസ്പരം നോക്കി. അവരുടെ കൈകളിലിരുന്ന പൊതികളിലേക്ക് നോക്കിയിട്ട് അപ്പച്ചി ചോദിച്ചു, ഇതെന്താടാ ഉണ്ണിക്കുട്ട ഈ പൊതികളൊക്കെ ആയിട്ട്? അമ്മമ്മേ, അമ്മമ്മയുടെ ഉണ്ണിക്കുട്ടനെ ഒരു ഉണ്ണിക്കുട്ടനുണ്ടാകാൻ പോകുന്നതിന്റെ സന്തോഷമാ. മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ശ്രുതിക്കുട്ടി ഉറക്കെ വിളിച്ചുകൂവി. വിഭ അല്പം ചമ്മിയ മുഖത്തോടെ പൂമുഖത്ത് നിന്നിരുന്ന ആശ്രയെയും അപ്പച്ചിയെയും നോക്കി ചിരിച്ചു. ആശ്രയുടെ മുഖത്തും ചെറിയൊരു നാണമുള്ളതുപോലെ. എന്റെ കൃഷ്ണ, സന്തോഷത്തിന് മേൽ സന്തോഷമാണല്ലോ നീ തന്നത്. അപ്പച്ചിയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് അവർ പൂമുഖത്തേക്ക് കയറിയത്. വിഭയുടെ അടുത്തേക്ക് ചെന്ന അപ്പച്ചി അവളെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളുകളിലും ഉമ്മ വെച്ചു. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിയെ നോക്കി സുദേവ് ചോദിച്ചു, എന്താടാ നീ വിളിച്ചത്? അതോ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടത്തെ പോലെ ഇവിടെയും. സുദേവും വിഭയും ഒരുമിച്ചാണ് ആഹ്ലാദത്തോടെ ചോദിച്ചത്. അതേടാ ഉണ്ണിക്കുട്ട, ആശ്രയ മോൾക്കും വിശേഷമുണ്ടെന്നേ. ഇടി ആശ്രയമേ. വിഭ ഓടിച്ചെന്ന് ആശ്രയയെ കെട്ടിപ്പിടിച്ചു. അവളും തിരികെ വിഭയെ ചേർത്തു പിടിച്ചു. ഓയ്, സന്തോഷം കൊണ്ടിരിക്കമ്മയേ. ശ്രുതിക്കുട്ടി സന്തോഷത്തോടെ കിടന്ന് ചാടിത്തുള്ളി. വാവേ, പതുക്കെ. സുദേവ് കണ്ണുരുട്ടിയതും അവൾ ഒന്നടങ്ങി. പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് വാ മക്കളെ. അപ്പച്ചി വിളിച്ചതോടെ എല്ലാവരും അകത്തേക്ക് നടന്നു. വിഭ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ രമച്ചിറ്റെ വിളിച്ച് കാര്യം പറഞ്ഞു. കേട്ടതും സന്തോഷത്തോടെ രമച്ചിറ്റ ഫോണിൽ കൂടി തന്നെ അവൾക്ക് കുറെ ഉമ്മകൾ കൊടുത്തു. ഉച്ച കഴിഞ്ഞ് ഷാജി കുഞ്ഞച്ചനെയും കൂട്ടി കളമശ്ശേരിയിലേക്ക് എത്താം എന്നും പറഞ്ഞാണ് ചിറ്റ ഫോൺ കട്ട് ചെയ്തത്. അപ്പച്ചി പറഞ്ഞതനുസരിച്ച് സുദേവ് തന്നെ ശബരിയെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കഴിഞ്ഞതും അപ്പച്ചി സുദേവിനെയും ഹരിയെയും അടുത്തേക്ക് വിളിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, പ്രസവ ശുശ്രൂഷയെല്ലാം ഞാൻ തന്നെ ചെയ്യും. ആശ്രയമോളുടെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, വിഭക്കുട്ടിയുടെ രമച്ചിറ്റയെയും വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട.
അതൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പച്ചി, ഇനി സമയമുണ്ടല്ലോ. സുദേവ് അപ്പച്ചിയെ ആശ്വസിപ്പിച്ചു. എന്തായാലും നിങ്ങൾ ഇനി ഇവിടെ നിന്നാ മതി. അവിടെ പോയി കിടന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മമ്മ പേടിക്കണ്ട, ഞാനില്ലേ. ശ്രുതിക്കുട്ടി തന്റെ കോളറിൽ പിടിച്ചു പൊക്കി സ്വയം പുകഴ്ത്തി. നീ പോടി കാന്താരി. അപ്പച്ചി അവളുടെ ചെവിയിൽ പിടിക്കാൻ ഓങ്ങി. അപ്പച്ചി, വാവയ്ക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വിപയ്ക്കും ഓഫീസിൽ പോണ്ടേ? ആശ്രയ മോള് ഇവിടെ നല്ലേടാ ദിവസവും പോകുന്നേ. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയ നേരെ പോയി വൈറ്റ് ലൈനിൽ ഇറങ്ങാം. അവിടുന്ന് പോയാ പോരെ. അല്ലെങ്കിലും ഇനി 2 വീലറിലൊന്നും പോകണ്ട. അപ്പച്ചി കട്ടായം പറഞ്ഞതോടെ സുദേവ് നിശബ്ദനായി. അപ്പൊ ഞാനിങ്ങനെ സ്കൂളിൽ പോകും? ഭാവൻസിലേക്ക് ഇവിടുന്നും വണ്ടി പോകുന്നുണ്ടടി. തൽക്കാലം നീ അതിൽ പോവാൻ നോക്ക്. ഹരി പറഞ്ഞതോടെ അവൾ സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് ഐസ്ക്രീമിന്റെ പാക്കറ്റ് തുറന്നു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.